റിഫ്ലക്സ് ടെക് വെല്ലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അനലോഗ് ടൈപ്പ് ആംപ്ലിഫയർ ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റിമോട്ട് കിറ്റ് അല്ല, നോർമൽ ഒരു കൺട്രോൾ വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് 5.1 നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. Running wild. Now the morning is the afternoon. ഇതിൻ്റെ മുൻവശം കാണുമ്പോൾ അറിയാം കുറേ ചെറിയ കൺട്രോളുകൾ വെച്ചിട്ട് ഒരു ആംപ്ലിഫയറിന് റിമോട്ട് കിറ്റിൽ ആരാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ഈ ഒരു കസ്റ്റമർക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കൺട്രോൾ വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ 5.1 ചെയ്തത്. ഈ ഒരു 5.1 കിറ്റ് നല്ലൊരു കിറ്റാണ്. കാരണം 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആൾക്കാർ ചോദിക്കാത്തതുകൊണ്ടാണ്, കസ്റ്റമർ ചോദിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ പഠിച്ചത്. കേൾക്കാനും നല്ലൊരു ക്വാളിറ്റിയാണ്, അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊന്നും ഒക്കെ കുറവാണ്, നല്ല ഗെയിനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബോർഡിനുള്ളത്. സച്ചിൻ ശ്രുതി എന്ന് പറഞ്ഞ ബോർഡാണ് നമ്മൾ 5.1 പ്രൊലോജിക് ബോർഡ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനലിലെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം, ഇതിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നോക്കാം. അതുപോലെ തന്നെ പുറകുവശവും മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്ത് എന്തൊക്കെ ബോർഡുകൾ ചെയ്തേക്കണേ, എന്തൊക്കെ നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തിയേക്കണമെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഈ ഭാഗമാണ് നമ്മൾ സാധാരണ പവർ സപ്ലൈ വെക്കാറുള്ളത്. ഒന്നിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും. ഈ ഭാഗം പവർ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2-3 ടൈപ്പ് വോൾട്ടേജ് വന്നിട്ടുണ്ട്. 5 ചാനലിന് വേണ്ടി, അതുപോലെ തന്നെ സബ് വൂഫറിന് വേണ്ടി, സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി, HDMI കാർഡ്, ഇങ്ങനെ 2-3 രീതിയിൽ ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച പവർ സപ്ലൈ ബോർഡാണ്, നമ്മുടെ സ്വന്തം ബോർഡാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം റിഫ്ലക്സിന് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് സബ് വൂഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ 6800 50 വോൾട്ട് 2 സംവേര കപ്പാസിറ്ററാണ് സബ് വൂഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടി എടുത്തിരിക്കുന്നത് 4700 50 വോൾട്ടിൽ 2 കപ്പാസിറ്റർ എടുത്തിരിക്കുന്നു. പിന്നെ ഫാനിന് വേണ്ടി സെപ്പറേറ്റ് 12 എടുത്തിരിക്കുന്നു. അതുകൂടാതെ എടുത്തിരിക്കുന്നത് USB പാനലിന് വേണ്ടിയുള്ള ഒരു 5 വോൾട്ടാണ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാം സോക്കറ്റ് വഴിയാണ് സപ്ലൈകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 5.1 പ്രൊലോജിക് ബോർഡ് വന്നിരിക്കുന്നത്. സച്ചിൻ ശ്രുതിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അനലോഗ് ടൈപ്പ് ബോർഡാണ്. SMD ടൈപ്പ് കമ്പോണൻറ്റും നോർമൽ കമ്പോണൻ്റൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ നമ്മൾ കൊടുത്തിരിക്കുന്നത് 35-0-35 DC വോൾട്ടിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരുന്ന കേബിളുകളാണ്, അതുകൊണ്ടാണ് നമ്മൾ സോക്കറ്റിൽ തന്നെ ഉപയോഗിച്ച്. ഇതെല്ലാം ഷീൽഡ് വയറാണ് ഈ കൊടുത്തിരിക്കുന്നത്, കവർ ചെയ്ത് വിട്ടു എന്ന് മാത്രം. ഓരോ ചാനലിലേക്ക് സെപ്പറേറ്റ് തന്നെയാണ് അവർ കണക്ഷനുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. 6 ചാനലിന് വേണ്ടിയിട്ടുള്ള കണക്ടർ, സ്പീക്കറിൻ്റെ വോളിയം കൺട്രോൾ വരുന്നത് ഇതിലാണ്. നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് വയർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. 5.1 അനലോഗ് ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്. നമ്മൾ ഓക്സിലറി ഇൻപുട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിലറി ഇൻപുട്ട് ഒരു ഇൻപുട്ടാണ് ഉള്ളത്. അത് നമ്മൾ റോട്ടറി സ്വിച്ചിലേക്ക് ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം 2 ഓക്സിലറി ഇൻപുട്ട് സെപ്പറേറ്റ് നമ്മൾ ആക്കിയെടുത്തു. അപ്പോൾ 2 ഓക്സിലറി നമുക്ക് ലഭിക്കും. ഇതിൻ്റെ 5.1 ഇൻപുട്ട് നമ്മളെടുത്ത് നേരെ FD003 ഫ്യൂടെക്കിൻ്റെ കാർഡിലേക്ക് ഇതിൻ്റെ ഔട്ട് എടുത്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. 5.1 HDMI ARC ഒപ്റ്റിക്കലിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് FD003 ഫ്യൂടെക്കിൻ്റെ കാർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഡീകോഡർ. അതിന് താഴെയായിട്ട് ഒരു ബക്ക് കൺവെർട്ടർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് നിർത്താനായിട്ട് ഒരു ബക്ക് കൺവെർട്ടർ, അതിൻ്റെ താഴെ നമ്മൾ ഈ കാണുന്നതാണ് ബക്ക് കൺവെർട്ടർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ചാനലിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യം TDI ഐസികളാണ്. TDI ഐസി എല്ലാ വീഡിയോയിലും പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഐസികളാണ് TDI ഐസികൾ. അത് ഏതെടുത്താലും വാട്ടേജ് നോക്കേണ്ട കാര്യമില്ല. TDI ഐസിക്ക് ക്വാളിറ്റി കൂടുതലാണ്. നമ്മൾ 5 ഐസി ഇരിക്കുന്നത് TDI 7265 ആണ് 5 ഐസി ഉപയോഗിച്ചിരിക്കുന്നത്. പവർ ട്രിക്കിൻ്റെ ബോർഡാണ്. 5 ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ TDI ഐസി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് IRF 240-940 ആണ്. അത് യൂണിവേഴ്സലിൻ്റെ ബോർഡാണ്, ബ്രിഡ്ജ് ബോർഡാണ്. അതുകൊണ്ട് കുറച്ച് വാട്ടേജ് കൂടുതൽ കിട്ടും. സബ് വൂഫറിൻ്റെ ബേസും നല്ലതായിരിക്കും. മോസ്ഫെറ്റിൻ്റെ ബേസ് കേൾക്കാൻ നല്ലതാണ്. 12 ഇഞ്ച് മുതൽ നമുക്കൊരു 8 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയൊക്കെ കണക്ട് ചെയ്യാം. ഇതുപോലെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് പവർ ട്രിക്കിൻ്റെ തന്നെയാണ്. 5 ചെറിയ റിലേയും സബ് വൂഫറിന് വേണ്ടി വലിയ റിലേയും കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, സബ് വൂഫർ, അതിൻ്റെ എല്ലാം -പോയിൻ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കൂളിംഗ് ഫാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹീറ്റ് സിങ്, കുറച്ച് വലിയ ഹീറ്റ് സിങ് ആണ് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. വയറുകളെല്ലാം ഈ ഭാഗത്തെല്ലാം ഷീൽഡ് വയറിലാണ് നമ്മൾ ഇൻപുട്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ സച്ചിൻ ശ്രുതി ബോർഡിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൺട്രോൾ ഇൻബിൽറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഫ്രണ്ട് പാനലിലേക്ക് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഡിജിറ്റൽ ഇൻപുട്ടാണ്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒപ്റ്റിക്കൽ കൊടുത്തിരിക്കുന്നു, കോയാക്സിൽ, അതുപോലെ തന്നെ HDMI ARC,
പിന്നെ ഈ ഫ്യൂടെക്കിൻ്റെ ഇതിനകത്ത് ഒരു ഓക്സിലറി ഇൻപുട്ടും വരുന്നുണ്ട്, അനലോഗ് ഇൻപുട്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 5.1 പ്രൊലോജിക്ക് സെക്കൻഡ് വെർഷനായിട്ട് വർക്ക് ചെയ്യും. ഈ അനലോഗ് നമ്മൾ ഓക്സ് 3യിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഓക്സ് വരുന്നത് ഡയറക്റ്റ് 5.1 പ്രൊലോജിക്ക് ബോർഡിലേക്കാണ് പോകുന്നത്. ഇത് വന്നിരിക്കുന്നത് HDMI ARCയുടെ ഫ്യൂടെക്കിൻ്റെ കിറ്റിലേക്കുള്ള ഓക്സിലറി ഇൻപുട്ടാണ് ഈ കാണുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഇത് സബ് വൂഫർ, നമ്മൾ 2 സബ് വൂഫർ കൊടുക്കാവുന്ന ബാക്ക് പാനലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സബ്ബാണ് ഉള്ളത്. ഇതിൻ്റെ സബ് വൂഫറിൻ്റെ പ്ലസ് മൈനസ്, അതുപോലെ തന്നെ സറൗണ്ട് പ്ലസ് മൈനസ് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സെൻട്രൽ ചാനലിൻ്റെ പ്ലസും മൈനസും. ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ്, അതിൻ്റെ പ്ലസും മൈനസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3-pin സോക്കറ്റാണ്, ഇൻബിൽഡ് ഫ്യൂസോട് കൂടി തന്നെയാണ്. ഈ ടൈപ്പ് സോക്കറ്റാണ് ഇതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടർ സോക്കറ്റ് ഉപയോഗിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള കേബിളാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മാസ്റ്റർ ഓളിയം വന്നിരിക്കുന്നത്. മാസ്റ്റർ ഓളിയം എന്ന് പറയുന്നത് 6 ചാനലിൻ്റെ ഓളിയം നമുക്ക് ഒരേ സമയത്ത് കൂട്ടുവാനും കുറയ്ക്കാനായിട്ടുള്ള സൗകര്യമാണ് ഈ വോളിയം കൺട്രോൾ മാസ്റ്റർ ഓളിയത്തിൽ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഒരു എൽകോമിൻ്റെ നമ്മൾ സ്ഥിരം വയ്ക്കാറുള്ള എൽകോമിൻ്റെ ഒറിജിനൽ പവർ ഓൺ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് റിയറിൻ്റെ ഓളിയാണ്. റിയർ, ഫ്രണ്ട്, സെൻറ്റർ, ഇത് 3 ചാനലിൻ്റെ ഓളിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സബ് വൂഫറിൻ്റെ ഓളിയാണ്. സബ് വൂഫറിൻ്റെ ഫ്രീക്വൻസി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ സബ് വൂഫറിൻ്റെ ഫ്രീക്വൻസി പുറത്തേക്ക് ആക്കിയത്. അല്ലെങ്കിൽ നമുക്കിത് അകത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്നുള്ളൂ. പിന്നെ ഈ ബേസും ട്രബിളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബേസും ട്രബിളും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് മാത്രമാണ് ഈ ബേസും ട്രബിളും വരുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 2 ചാനലും 5 ചാനലും ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതാണ് ഈ ബട്ടൺ. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ചാനലിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഓക്സിൽ 1, 2 ആണ് ലഭിക്കുന്നത്. ആ 1, 2 നമുക്ക് ഡയറക്റ്റ് ഈ ബോർഡിലേക്കാണ് കയറുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ 5 ചാനലിലേക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ 5 ചാനലിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ FD003 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുവഴി നമുക്ക് HDMI ARC ഒപ്റ്റിക്കലോ കോയാക്സിലൊക്കെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ബട്ടണിലല്ല, പുറകിൽ FD003 ഒരു ബട്ടൺ ഉണ്ട്. അതിനകത്ത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് ഇൻപുട്ട് സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെയാണ് നമ്മൾ ഓക്സിലറിയും കൊടുത്തിരിക്കുന്നത്. 5 ചാനൽ ഇട്ടതിന് ശേഷം പുറകിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അനലോഗ് ടൈപ്പ് ഓക്സിലറി ഇൻപുട്ട് കിട്ടും. അതുകൂടാതെ നമുക്ക് HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സിൽ ഇതൊക്കെ ഇതുവഴി 5 ചാനലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റീരിയോ ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സ് 1ഉം 2 ആണ് ഇതിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു USB കണക്ട് ചെയ്യാവുന്ന ഒരു സ്ലോട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഡയൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാലാണ് നമ്മൾ ഡബിൾ കളറിൽ ചെയ്ത്, അതായത് ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വന്നിരിക്കുന്നത് ഗ്ലോസി ടൈപ്പിലാണ്. താഴെയായിട്ട് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞായിരുന്നുകൊണ്ടാണ് ചെയ്തത്. ഈ ബട്ടണുകളെല്ലാം പുറത്തേക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രെയിൻ ഓഡിയോസിൻ്റെ USB പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ഓക്സ്, FM ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ ബട്ടണുകൾ നെക്സ്റ്റ് ചെയ്യാനുള്ള സ്റ്റോപ്പ് മോഡെല്ലാം പുറത്തേക്ക് ബട്ടൺ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് പുറത്തേക്ക് ആക്കിയത്. അല്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് വെക്കായിരുന്നു. ഇതിനകത്ത് ബട്ടൺ ഒഴിവാക്കിയിട്ട് ഡിസ്പ്ലേ മാത്രം ചെയ്യായിരുന്നു. അവർക്ക് വേണമെന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തത്. ഇത് റോട്ടറി സ്വിച്ചിൽ നമ്മൾ വന്നിരിക്കുന്നത് ഓക്സ് 1, 2 USB. ഈ USB സെലക്ട് ചെയ്യുമ്പോഴാണ് ഇതാവുന്നത്. നമുക്ക് ഇനിയിപ്പോൾ 5.1 HDMI വഴിയെ കാണുന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസ്പ്ലേ ഓഫ് ചെയ്യാം. ഈ റിമോട്ടിൽ നമ്മൾ പവർ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ആവും. അപ്പോൾ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കും. നമുക്ക് ഡിസ്പ്ലേയുടെ ലൈറ്റ് പുറത്തേക്ക് വരില്ല. ഇനി നമുക്ക് അടുത്തത് റിമോട്ടാണ്. റിമോട്ടിൽ ഫംഗ്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മോഡ് സെലക്ട് ചെയ്യാം. നമ്മൾ ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ USB, FM, ഓക്സ് ഇതെല്ലാം ഇതുവഴി സെലക്ട് ചെയ്യാം. മോഡ് വഴി സെലക്ട് ചെയ്യാം. അതുകൂടാതെ നമുക്ക് വോളിയം ബ്ലൂടൂത്ത് വഴിയുള്ളത് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് കുത്തിയിട്ടുള്ള വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. പാട്ട് നെക്സ്റ്റ് ചെയ്യാവുന്ന ബട്ടണുകൾ. തൽക്കാലം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് പാട്ട് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ലൗഡ്നെസ്, ബേസ്, ട്രിബിൾ ഇതൊന്നും തൽക്കാലം ഈക്വലൈസർ വർക്കിംഗ് അല്ല. അത് അടുത്ത അപ്ഡേഷനിലാണ് ഇവർ നമുക്ക് തരുന്നത് ബ്രെയിൻ ഓഡിയോസ്. ഇപ്പം നിലവിൽ ഇത്ര ഫംഗ്ഷനാണ് ഈ റിമോട്ടിലുള്ളത്. ബാക്കിയെല്ലാം അനലോഗായിട്ട് തന്നെ നമ്മളിത് ചെയ്യേണ്ടി വരും. റിമോട്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ബ്ലൂടൂത്തിൽ അല്ലെങ്കിൽ USB-യിലൊക്കെ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം വോളിയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും ഫ്രണ്ട് പാനലും വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ HDMI ഓണാക്കി, അതിന് ശേഷം TV-യുടെ HDMI ഓണാക്കിയതിന് ശേഷമാണ് കേബിൾ വഴി കൊടുത്തിരിക്കുന്നത്. കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന 4-inch 2-way ബോക്സാണ് നമ്മൾ ഇതിനകത്ത് രണ്ടെണ്ണം ഉപയോഗിച്ചിരിക്കുന്നത്, ലെഫ്റ്റ് റൈറ്റ്. അതുപോലെ തന്നെ സെൻട്രൽ സ്പീക്കർ 2 4-inch ട്യൂട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിയറും ഇതേപോലെ തന്നെ 2-way ബോക്സാണ്. സബ് വൂഫർ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സോണിയുടെ 12-inch സബ് വൂഫർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫിലിം ആയതുകൊണ്ട് നമുക്കൊരു 10 സെക്കൻഡ് താഴെ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. ബ്ലൂടൂത്ത് വഴി നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്തു. അതിന് ശേഷമാണ് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതാണ് നമ്മൾ ഇങ്ങനത്തെ സോങ്സ് ഇടുന്നത്. നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി
പിന്നെ നിങ്ങൾ അതിൻ്റെ ഓഡിയോ കേട്ടിരിക്കുക, അതുപോലെ തന്നെ ഇൻറ്റീരിയലും കണ്ടിരിക്കുക. നമുക്ക് ഫിലിം സോങ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫിലിമിൻ്റെ ഷോട്ടുകളെല്ലാം ഇടുമ്പോൾ നമുക്കൊരു 10 സെക്കൻഡിൽ കൂടുതൽ ഇടാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. ഇതിൻ്റെ 1 മിനിറ്റ് വീഡിയോ വരുന്നത് ഞാൻ യൂട്യൂബിൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ റീൽസിൽ ഇടാറുണ്ട്. അതിൽ ഫിലിം സോങ്സ് ആയാലും ചെറിയ വീഡിയോ മറ്റുള്ള കാര്യങ്ങളായാലും ഇട്ടാലും നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം വരില്ല. അതിൽ നമുക്ക് ഇടാൻ സാധിക്കും 1 മിനിറ്റിൻ്റെ താഴെയായിട്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.